ശ്രദ്ധിക്കുക. KL 11AF 4510 അവിടെ ബസ് തിരിക്കുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. വാഹനത്തിന്റെ ഉടമ എത്രയും പെട്ടെന്ന് ആ വണ്ടി അവിടുന്ന് മാറ്റി കൊടുക്കണം. KL 11AF 4510. സ്റ്റേജിന്റെ വലത് ഭാഗത്ത് ഒരുപാട് സഹോദരന്മാർ നിൽക്കുന്നുണ്ട്. സ്റ്റേജിന്റെ വലത് ഭാഗത്ത് ഒരുപാട് സഹോദരന്മാർ നിൽക്കുന്നുണ്ട്. സ്റ്റേജിന്റെ മുഴുവൻ ആളുകളും ഇരിപ്പിടത്തിലേക്ക് പോയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ബാങ്ക് വിളിക്കാൻ സമയമാവുകയാണ്. ഈ സൈഡിൽ നിൽക്കുന്ന ആളുകൾ ഇതിന്റെ പിന്നിൽ ഇരിക്കാനുള്ള സൗകര്യം അവിടെ സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭാഗത്തേക്ക് പോയി ഇരുന്ന് സദസ്സ് ഭംഗിയാക്കണമെന്ന് ഉണർത്തുകയാണ്. ആരും നിൽക്കേണ്ടതില്ല. സ്ഥലപരിമിതി ഉണ്ടെങ്കിലും ഇരിക്കാനുള്ള സൗകര്യം പിൻവശത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ആളുകളും പിൻവശത്ത് കസേരയിൽ ഇരുന്ന് സദസ്സ് ഭംഗിയാക്കണമെന്ന് ഉണർത്തുന്നു.
അസ്സലാമു അലൈക്കും. സദസ്സിന് പുറത്തു നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളും ദയവായി സദസ്സിന്റെ പിൻഭാഗത്ത് ഒരുക്കിയ സ്ഥലത്ത് ചെന്നിരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, നമ്മുടെ ഈ ദഅ്വ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഷാർജ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ബഹുമാന്യനായ ഹുസൈൻ സലഫി അവറുകളാണ്. ക്ഷണിച്ചുകൊള്ളു. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا أطيعوا الله ورسوله وأنتم تسمعون يا أيها الذين آمنوا أطيعوا الله ورسوله ولا تولوا عنه وأنتم تسمعون ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون إن شر الدواب عند الله الصم البكم إن شر الدواب عند الله الصم البكم الذين لا يعقلون كتاب الله لولا أن هدانا لما وضح السبيل ولا استقاما عرفتم حقه فرعيتموه وكنتم خير من حفظ الذمام بنعمة ربكم قمتم عليه وقام رسوله فيكم إماما وذلك وعده لا ريب فيه يبشر من يريد له الدوام وليس لغافل عنها نصيب من الحسنى وإن صلى وصاما. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് കോഴിക്കോട് കപ്പക്കൽ ബീച്ചിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ വിജ്ഞാനവേദിയിൽ
വന്നു ചേർന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, നേതാക്കളെ, പണ്ഡിതന്മാരെ, ആദരണീയരായ എന്റെ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമൂല്യമായ ഈ സമയം മരണാനന്തരം നമുക്ക് സന്തോഷിക്കുവാൻ നിമിത്തമായി മാറുന്ന ഒരു സാലിഹായ അമലായി ഖബൂൽ ചെയ്ത് നമ്മെ ഓരോരുത്തരെയും അവൻ ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ മഹദികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നിരവധി അനവധി അനുഗ്രഹങ്ങൾ എല്ലാ സമയങ്ങളിലും അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ട് നാം എല്ലാം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നൽകുന്ന ശുദ്ധമായ വായു, അവൻ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധജലം, അവൻ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, ഇവയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ, അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഇതെല്ലാം നൽകുന്നത് അവന് ഇഷ്ടപ്പെട്ടവരെ മാത്രം നോക്കിയിട്ടല്ല. അവൻ ഈ ലോകത്ത് ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ അത് ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും അവൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അല്ലാഹുവിന്റെ ഒരു പ്രത്യേകതയാണ്. റഹ്മാനാണ് അല്ലാഹു എന്ന് നമ്മളെല്ലാം പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, വിശ്വസിക്കുന്നു. ഈ ലോകത്ത് വെച്ച് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കും അവനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എന്ന് റഹ്മാൻ എന്ന നാമത്തിന് നാം വ്യാഖ്യാനങ്ങൾ പണ്ട് മുതലേ പറഞ്ഞു വരാറുണ്ട്. ആ നിലക്ക് തന്നെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കുമൊക്കെ ഒരുപോലെ ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ആലമീൻ, ആ റബ്ബ് നമുക്കനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെയാണെന്ന് നാം വിചാരിക്കരുത്. നാം അതിന് ശുക്ർ കാണിക്കണം, അല്ലാഹുവിനോട് നന്ദിയുള്ളവരാകണം. ഈ ജീവിതം ഇവിടെ ഇങ്ങനെ ശാശ്വതമായി നമുക്ക് കഴിച്ചുകൂട്ടുവാനുള്ള ഒരു ലോകമല്ല. നമുക്കെല്ലാവർക്കും സഹോദരങ്ങളെ ഒരു വ്യക്തമായ സത്യത്തിന്റെ മുമ്പിൽ കിടന്നുകൊടുക്കേണ്ട ഒരു ദിനം വരാനുണ്ട്. മരണം. അതെപ്പോൾ സംഭവിക്കും, എവിടെ വെച്ച് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, ഒരു ഗ്യാരണ്ടിയും അറിയിപ്പും ലഭിച്ചിട്ടില്ലാത്ത സാധുക്കളാണ് മനുഷ്യരായ നമ്മളെല്ലാവരും. എവിടെ വെച്ച് മരിക്കുന്നു എന്നത് അല്ലാഹുവിനല്ലാതെ അറിഞ്ഞുകൂടാ. എപ്പോൾ മരിക്കുന്നു എന്നത് അവനല്ലാതെ അറിഞ്ഞുകൂടാ. എങ്ങനെ മരിക്കുന്നു എന്നതും അല്ലാഹുവിനല്ലാതെ അറിഞ്ഞുകൂടാ. വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്.